കണ്ണൂർ പിണറായിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് സ്ഫോടനത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ്. പടക്കം പൊട്ടിയാണ് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോംബ് പൊട്ടി കൈപ്പത്തി ചിതറിയ CPM പ്രവർത്തകൻ വിപിൻ രാജിനെതിരെ ചുമത്തിയത് സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് മാത്രം. പിണറായി പോലീസാണ് കേസെടുത്തത്. വിവരങ്ങൾ നൽകും മിഥുൻ പിള്ള. മിഥുൻ, വളരെ രസകരമായ ഒരു സംഭവമാണല്ലോ. അതായത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു കൈപ്പത്തി ചിതറാൻ കെൽപ്പുള്ള ഒരു പ്രഹരശേഷിയുള്ള ബോംബ് ഞൊടിയിടയിൽ ഈ പിണറായി പോലീസിന്റെ എഫ്ഐആറിൽ ഒരു പടക്കമായി മാറുന്നു. എന്താണ് മിഥുനെ ആ പ്രതിഭാസത്തിന് പിന്നിൽ? സർക്കാർ തന്നെയല്ലേ? അശ്വതി, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. പിണറായി കനാൽക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഫോടനം ഉണ്ടാവുകയും CPM പ്രവർത്തകനായ വിപിൻ രാജിന്റെ വലത് കൈപ്പത്തി ചിതറിപ്പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് അപ്പോൾ തന്നെ ഇത് ബോംബ് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിലൂടെ പൊട്ടിയതാണ് എന്നൊരു വിവരം പുറത്തു വരികയും BJPയും കോൺഗ്രസും അടക്കം ഈ സംഭവത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ സംഭവം നടന്ന ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ കഴിഞ്ഞാണ് അവിടെ പിണറായി പോലീസ് സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. അതിനും ശേഷമാണ് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. എന്നാൽ രാത്രിയോടുകൂടി പോലീസ് ഇട്ട FIRലാണ് ഇത്തരത്തിലൊരു രസകരമായ കാര്യമുള്ളത്. ബോംബ് FIRൽ പടക്കമായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റമാകട്ടെ സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്നൊരു ഒറ്റ വകുപ്പ് മാത്രം ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ കൈപ്പത്തി ചിതറിപ്പോകുക എന്നൊരു ചോദ്യം തന്നെയാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഉഗ്രശേഷിയുള്ള സ്ഫോടനം, അത് ബോംബ് ഒക്കെ പൊട്ടിയാലാണ് സാധാരണഗതിയിൽ കൈപ്പത്തി ചിതറിപ്പോകാൻ മാത്രമുള്ളൊരു സ്ഫോടനം ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടെ പടക്കം പൊട്ടിയതാണ് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അതേസമയം ഈ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവിടെ പോലീസ് എത്തുന്നത്. അപ്പോൾ അവിടെ പോലീസ് എത്തുമ്പോഴേക്കും ഇതിന്റെ തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും നിലവിലെ FIRൽ ബോംബ് പടക്കമായി മാറിയിട്ടുണ്ട്. അശ്വതി, തീർച്ചയായും മിഥുൻ, എന്തായാലും കണ്ണൂർ പിണറായിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബ് സ്ഫോടനത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ്. ഇത്രയും പ്രഹരശേഷിയുള്ള പടക്കം ഏതാണെന്നാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടറിയേണ്ടത്.